അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്നാക്സാണ്. ആദ്യമായിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു സ്നാക്സാണ്. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്ന് വേണ്ട. അതിന് ഞാൻ ചിക്കൻ കറി വെക്കാൻ കൊണ്ടുവന്ന ഒരു ശകലം ചിക്കൻ എടുത്ത് വെച്ച് എല്ലില്ലാതെ എടുത്ത് അരപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം തേച്ച് ഒന്ന് ഫ്രൈ ചെയ്യാൻ എടുത്ത് നോക്കുക. ഒന്ന് ആദ്യത്തെ പരീക്ഷണം എനിക്ക്. ഇറാനി പോളേന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഇത് യൂട്യൂബിൽ തന്നെ കണ്ട് ഞാൻ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ അതാണ്ട് ആ ചിക്കനൊക്കെ ഒന്ന് കോരിയെടുക്കുവാണ്. ശേഷം ഒരുപാട് അങ്ങ് പിന്നെ ഉണക്കി ട്രൈ ചെയ്തെടുക്കണ്ട ഈ ചിക്കൻ. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് പിന്നെ ആ വറുത്ത എണ്ണ തന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സവാള ഇട്ട് കൊടുക്കണം. വേണ്ടേ, സവാള ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇത് ചെയ്ത് നിങ്ങൾക്കും ഇതാവും. നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് വൈകിട്ട് 3:30 മണിക്ക് തന്നെ നമ്മൾ അടുക്കളയിൽ കയറുന്ന സമയത്ത് തന്നെ ഇത് തയ്യാറാക്കാം. അപ്പം നമ്മുടെ ഓതല്ലും നിസ്കാരവും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുക്കളയിലോട്ട് കയറിയാൽ ആ സമയത്ത് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പം നേരത്തെ ഒന്നും തയ്യാറാക്കേണ്ട, ചൂടോടെ തന്നെ കഴിക്കാം. ആ സവാളയൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഇപ്പം ശകലം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്നങ്ങ് വാടും. ഉപ്പിട്ട് കൊടുത്ത് അപ്പോൾ ശകലം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ വീട്ടിലെടുത്താണ്ട പച്ചമുളക്, മല്ലിയിലയല്ല, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് അതിട്ട് കൊടുത്ത് അതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ ബാറ്റർ ഒന്ന് തയ്യാറാക്കാം. 1 കപ്പ് മൈദ, 1 കപ്പ് തികച്ചെടുത്തില്ല, ഞാൻ കുറച്ച് ആദ്യത്തെ പരീക്ഷണമല്ലേ, അതുകൊണ്ട് ഒരു 3/4 കപ്പ് മൈദയെ എടുത്തിട്ടുള്ളൂ. 2 മുട്ടയും ചേർത്തിട്ടുണ്ട്. ഇത് നല്ല ശരിയാവുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇത് പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അറിയാൻ വയ്യാത്തവർക്കും ഇത് നല്ലതുപോലെ റെഡിയായി വരും. അതുകൊണ്ട് 2 വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇത് മിക്സിക്കകത്തിട്ടൊന്ന് പിന്നെ അരച്ചെടുക്കണം. ശകല ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല കുരുമുളക് പൊടി മാത്രം മതി. പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ്. പിന്നെ ഒരു 3/4 കപ്പ് നമ്മളെടുത്തതിന് തന്നെ എടുത്ത് 3/4 കപ്പ് പാല് 3/4 കപ്പ് പിന്നെ തന്നെ വേണം. കാരണം ഇത് ദോശമാവിൻ്റെ കണക്ക് വരണതാണ്ട. അത് മിക്സിക്കകത്തിട്ട് അടിച്ച് ഇതാ കൊണ്ടുവന്നണ്ട. ഇനി ഈ മിക്സി ഒന്ന് ശകലം പിന്നെ ഇച്ചിരി കട്ടിയുണ്ട്, അതുകൊണ്ട് മിക്സി കഴുകി ശകലം പാലും കൂടെ ഒഴിച്ചൊന്ന് മിക്സി കഴുകി ഒന്ന് നേർപ്പിക്കും. ഇത് ഒന്നും കൂടെ ഒന്ന് ഇതാക്കുക. ആ അതൊക്കെ ഇരിക്കുന്നത് മാവിരിക്കുന്നത് കൊണ്ട് വേണ്ട ഈ പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പത്തിൻ്റെ അല്ല, ദോശയുടെ എല്ലാ പരുവത്തിൽ. അപ്പോൾ നമ്മുടെ ഇത് അടുപ്പയിലിരിക്കുന്ന പിന്നെ ഇത് സവാള ഒന്ന് നല്ലതുപോലെ ഇട്ട് ഇനി അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണിന് മുളക് പൊടി, പിന്നെ ഗരം മസാല പൊടി, പിന്നെ കുരുമുളക് പൊടി, മല്ലിയില, ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഇറച്ചി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്തേക്കുന്നത് ആ ഇറച്ചി ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ബാക്കി കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് അവസാനം വേണ്ടുന്നതാണ് മാറ്റി വെച്ച്. അതൊന്ന് ഇതിൻ്റെ പച്ചമണം ഈ മുളക് പൊടിയുടെയും ഗരം മസാലയുടെയും കുരുമുളകുടെയും പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് മാറ്റി വെക്കാം. നല്ല ഒന്ന് ഇളക്കി കൊടുത്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാം റെഡിയായി. ഒരു കുക്കറാണ് എടുത്തേക്കുന്നത്. കുക്കറിനകത്തോട്ട് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് ഒന്ന് തേച്ച് കൊടുക്കണം. ഇത് കുക്കറിനകത്ത് അതിൻ്റെ നമ്മൾ ബ്രഷ് വെച്ചൊന്ന് അത് മൊത്തത്തിൽ ഒന്ന് തേച്ച് കൊടുക്കണം ആ സൈഡിലൊക്കെ. അതിനുശേഷം നല്ല ദോശക്കല്ലൊന്ന് ചൂടായി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മൈദാമാവിൻ്റെ ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കണം ഈ കുക്കറിനകത്തോട്ട് പകുതി ഒഴിച്ചു കൊടുക്കുക, ബാക്കി പിന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കൂട്ട് ശരിയാക്കി വെച്ചേക്കുന്നില്ലേ, അത് പിന്നാണ് ചെയ്യുന്നത്. ഇത് ഇനിയിപ്പോൾ നമുക്ക് കുക്കർ വെയിറ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ഇതൊന്ന് അതിൻ്റെ അടിഭാഗം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി കുക്കർ ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് അവിടെ ഇരുന്ന് അതിനുശേഷം ഇത് തുറന്നു നോക്കാം. 5 മിനിറ്റ് അത് നല്ല ചൂടിനകത്താണ് ഇരിക്കുന്നത്. ഈ ദോശക്കല്ലിനകത്ത് നല്ല ചൂടുണ്ട്. തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇത് കണ്ട
ഉണ്ടോ, നല്ല ഉണങ്ങിയിട്ടുണ്ട്. അടിഭാഗമൊക്കെ നല്ലതുണ്ട്, മുകൾ ഭാഗം വെന്തിട്ടില്ല. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ്റെ കൂട്ട് ഇതിലോട്ടിട്ട് കൊടുക്കാം. ആ നടുക്കോട്ടിട്ട് കൊടുക്കണം, ഒരുപാട് അങ്ങ് സൈഡിലോട്ടൊന്നും പോകരുത് ഈ കൂട്ടിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അതിട്ട് കൊടുത്ത് ഇനി നമുക്ക് ബാക്കി പകുതി മാവ് ഇരിപ്പുണ്ട്, അതിട്ട് ഒഴിച്ചു കൊടുക്കാം. ഉണ്ട്. ഇനി പകുതി മാവ് സൈഡിൽ കൂടെ വേണം ഒഴിച്ചു കൊടുക്കാൻ. സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്ത് ഉണ്ട് അങ്ങനെ ഇട്ടിട്ട് ഇനി അവസാനം നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ചിക്കൻ്റെ തക്കാളി ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. അതെനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ ചിക്കൻ വറുത്ത് വെച്ചതും മല്ലിയിലയും തക്കാളിയും കൂടെ ഞാൻ അതിൻ്റെ പുറത്തോട്ടൊന്ന് അതിൻ്റെ ഒന്ന് വെച്ച് കൊടുക്കാം. തക്കാളി നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ ക്യാപ്സിക്കം ഇല്ലാത്തത് കൊണ്ട് തക്കാളി അങ്ങോട്ട് വട്ടത്തിൽ അരിഞ്ഞങ്ങോട്ട് വെച്ച് കൊടുത്തു. ഇനി കുക്കർ അടച്ച് വെച്ചതിന് ശേഷം വെയിറ്റ് ഇല്ലാതെ വെച്ച ശേഷം ഒരു 30 മിനിറ്റ് വെച്ച് കൊടുക്കണം. 30 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കുക. അതാ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ശരിയായി, എല്ലാം ശരിയായി. നമ്മുടെ പിന്നെ അങ്ങനെ ഇറാനി പോള റെഡിയായി, സക്സസ് ആയി വന്ന്. ഇനി നമ്മളൊരു പാനിനകത്തോട്ട് ഇതിൻ്റെ മോൾഭാഗം ഒന്ന് മുരിച്ചെടുക്കണം. അതിന് നമ്മുടെ ദോശത്തവ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് തട്ടി ആ ചെറിയ തീയിലോട്ട് വെച്ച് നമുക്ക് ഇത് കണ്ട അടിഭാഗം ഒന്നും കരിഞ്ഞിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട നല്ല ചൂടുണ്ട്. ഇപ്പം നമ്മൾ ചെറിയ തീയിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഈ സമയം തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ ബാക്കിയുള്ള അടുക്കളയിലുള്ള ഫ്രൂട്ട് ജ്യൂസ് അടിക്കാനും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്യുക. ഇത് ഒരു കഷ്ണം മതി, നമുക്ക് വയറ് നിറയും. ചായയും കൂടെ കഴിച്ച് ജ്യൂസും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കഷ്ണം മതി. നമ്മുടെ എളുപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. അങ്ങനെ എൻ്റെ ആദ്യത്തെ പരീക്ഷണം വിജയിച്ച് ഇറാനി പോള. അപ്പം നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്ക് വൈകുന്നേരം തന്നെ ഇത് കയറി തയ്യാറാക്കാം. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ കമൻറ്റ് ഇടണേ, ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന്. വേണ്ട, നമുക്ക് ഒരു ഗ്ലാസ് ചായയും ഇതും കൂടെ കഴിക്കുമ്പോൾ വയറ് നിറയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും.